എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ചൊവ്വാഴ്ച 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ അലർട്ടും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച, അതായത് ആഗസ്റ്റ് 5-ാം തീയതി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ കൂടിയായ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചതായി വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. നിലവിൽ ആലപ്പുഴ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കൂടുതൽ ജില്ലകളിൽ അവധി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെയെല്ലാം അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. വരും മണിക്കൂറുകളിൽ ആ അവധി അറിയിപ്പ് ലഭിക്കുമ്പോൾ ഫേസ്ബുക്ക് പേജിലൂടെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 25ആയി. 4 പേരെ ഇനിയും കാണാനുണ്ട്. റെഡ് അലർട്ടിന്റെ സാഹചര്യത്തിൽ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതുപോലെ ക്യാമ്പിൽ നിന്നും വീടുകളിലേക്ക് പോകുന്നവർക്കും 10,000 രൂപ നൽകും. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിന് 2 പേർക്ക് എന്നുള്ള നിലയ്ക്ക് ദിവസവും 300 രൂപ വീതം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തുടനീളം 316 ക്യാമ്പുകളിലായി 11,018 പേരാണ് താമസിക്കുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് SDRF ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപയും CMDRFിൽ നിന്നും 2 ലക്ഷം രൂപയും PMNRFിൽ നിന്നും 2 ലക്ഷം രൂപയും ചേർത്ത് 8 ലക്ഷം രൂപയുടെ ധനസഹായം ലഭ്യമാക്കും. വീടുകൾ പൂർണ്ണമായും തകർന്നവർക്ക് തുക 4 ലക്ഷത്തിൽ നിന്നും 6 ലക്ഷം രൂപയാക്കിയും സ്ഥലവും വീടും നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷത്തിൽ നിന്നും 12 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷം അത് എത്രയാണ് എന്ന് ഉറപ്പുവരുത്തി അറിയിക്കാം എന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.